ശബരിമല പോലെ ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ക്ഷേത്ര സ്ഥലത്ത് നിന്നും ഇതുപോലെയുള്ള മോഷണം നടക്കുന്നു എന്ന് പറയുമ്പോൾ, അതും വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നടക്കുന്നു എന്ന് പറയുമ്പോൾ, അതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം പൊതുസമൂഹത്തിൽ നിന്ന് മുഴുവൻ ഉയർന്നു വന്നതാണ്. ഇത്തവണ ആ പ്രതിഷേധത്തെ മുഴുവൻ ഏകോപിപ്പിക്കാനും ജനങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങാനും തയ്യാറായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസുമാണ്. 10 ദിവസക്കാലം ഞാൻ ജയിലിലായിരുന്നു. ശബരിമല വിഷയത്തിൽ BJPക്ക് ഒരു ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളത്, സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന കുഴപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് കേന്ദ്ര BJP നിർദ്ദേശം. തള്ളിക്കളഞ്ഞുകൊണ്ട് കേന്ദ്ര CPM നേതൃത്വത്തെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് BJPയുമായി സഹകരിക്കാനുള്ള തീരുമാനമെടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. 1500 കോടി രൂപയ്ക്ക് വേണ്ടി BJP സർക്കാരുമായി ചേർന്നൊരു MOU ഒപ്പിടാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്തതിൻ്റെ ഒരു അംഗീകാരം കിട്ടേണ്ടതാണ്. രാജൻ മിനിസ്റ്റർ അത് ചോദിച്ച സമയത്ത് അദ്ദേഹത്തിനൊരു മറുപടി പോലും ആരും കൊടുത്തില്ല എന്നാണ് കേട്ടത്. സമ്പൂർണമായി അതാത് നേതൃത്വത്തെ ഇരുട്ടിൽ നിർത്തുകയും അവരെ കാര്യങ്ങൾ അറിയിക്കാതെയും BJPയുമായി അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ പിണറായി വിജയൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കേരളത്തിൽ CJP ഉണ്ട് എന്ന് തന്നെയല്ല.